السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه الفائزين برضا الله. أما بعد. പരിശുദ്ധമായ ജുമുഅ ദിവസം പരിശുദ്ധമായ പള്ളിയിൽ അല്ലാഹു ഒരുമിപ്പിച്ചതുപോലെ സ്വർഗ്ഗത്തിലും അല്ലാഹു നമ്മയൊക്കെ ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നതാണ് തീർച്ചയായും പ്രയാസങ്ങളോടൊപ്പമാണ്. ക്ഷമിച്ചതിന്റെ പേരിലാണ് പ്രതിഫലം നൽകുന്നത് എന്ന് സ്വർഗം നൽകുന്നതെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. വലിയ ഭാഗ്യം ലഭിച്ച ആളുകളും ക്ഷമ ഉള്ള ആളുകൾക്കുമല്ലാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങളെ നേതാക്കന്മാരാക്കാൻ കാരണം ക്ഷമിച്ചതിന്റെ പേരിലാണ്. വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു എന്ന് സൂറത്ത് സജ്ദയിൽ അല്ലാഹു പറയുന്നു. പ്രയാസങ്ങൾ സഹിക്കുമ്പോഴാണ് നന്മയിലേക്ക് ഓരോരുത്തർ വരിക. ഒരു സൈക്കിളിന്റെ പെഡൽ അത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് സൈക്കിളിന്റെ പെഡലായി മാറിയത്. പക്ഷേ അത് നല്ല ആളുകളുടെ കയ്യിൽ ആ സൈക്കിളിന്റെ പെഡൽ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ വിമാനത്തിന്റെ കോക്പിറ്റിലേക്കുള്ള ഒരു ലിവറായത് മാറുകയാണെങ്കിൽ ഇന്നലെ 250 രൂപയുടെ സാധനം ചിലപ്പോൾ 75,000 കൊടുത്താലും കിട്ടാത്ത സാധനമായി മാറും. അത് ചിലപ്പോൾ വലിയ വലിയ കാറുകളുടെ വലിയ പെഡലുകളായി മാറുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ വിലയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകും. ക്ഷമിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്ത കാര്യമായി മാറിയിരിക്കുകയാണ്. ഒന്നിനും ക്ഷമിക്കാൻ വയ്യ. കൊച്ചുകുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മളൊക്കെ. നിസ്സാരപ്പെട്ട ഏതോ ഒരു വിഷയത്തിന് ആത്മഹത്യ ചെയ്ത് ഇന്നത്തെ വാർത്തയുണ്ട്. 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം. ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത സംഭവം. ഈ നിസ്സാരപ്പെട്ട വിഷയങ്ങൾക്ക് പോലും ക്ഷമിക്കാൻ പറ്റാത്തൊരു ലോകത്തായി. മനുഷ്യൻ വെപ്രാളിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിനും വെപ്രാളമാണ്. ഒന്നും ക്ഷമിക്കാൻ പറ്റില്ല. നമ്മുടെ എല്ലാവരുടെയും വിചാരം എന്താണ്? ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ കയറിയാൽ ബസ് പോയിരിക്കണം. എന്നാലോ ആ ബസ് അല്പം താമസിച്ചാല് അതിനേക്കാൾ പ്രയാസം. വേറെ കിട്ടാതെ വന്നാൽ അവർക്കാണ് അതിന്റെ പ്രയാസം. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കി. ആർക്കാണ് ക്ഷമിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്? കൃത്യമായി നമസ്കാരം ഈ നിസ്കരിക്കാണെങ്കിലും ക്ഷമ വേണം. ഹജ്ജിന് പോകുന്നതിന്റെ കൂലി പോലും സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി കൃത്യമായി പള്ളിയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി ഹജ്ജിന് പോകണ്ട എന്ന് വയ്ക്കാൻ പറ്റില്ല. ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് നിർബന്ധമായ ഒരു അമലാണ്, ഒരിക്കലും സുന്നത്തായ ഒരു അമലല്ല. നിർബന്ധമായ അമലിനെ നമ്മളിനി എന്ത് പറഞ്ഞാലും ശരി, മോളെ കെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞാലും ശരി, എന്ത് പറഞ്ഞാലും ശരി, ഹജ്ജിന്റെ അവസരം വന്നിട്ട് ഹജ്ജിനുള്ള പൈസ കിട്ടി, ഹജ്ജിനുള്ള പൈസയുണ്ട്, ഹജ്ജിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്നിട്ട് ഹജ്ജിന് പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൻ കുറ്റക്കാരനാണ്. അവന് അടുത്ത വർഷം ഹജ്ജിന് പോയാലും കഴിഞ്ഞ വർഷം ഹജ്ജിന് പോകാത്തത് കൊണ്ട് കുറ്റക്കാരനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഫർളാണ് ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഇഖാമിസ് സ്വലാ വഇതാഇസ് സകാത്ത് വഹജ്ജിൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല ഇസ്തതാഅത ഇലൈഹി സബീല എന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മള് പരമാവധി ചിലപ്പോൾ സാമ്പത്തികം തികഞ്ഞു കാണില്ല എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ സാമ്പത്തികം തികയുന്നതിനോടുകൂടി നമ്മൾ വേറെ വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല. എനിക്ക് കച്ചവടത്തിന്റെ നല്ല സീസൺ ടൈമാണ്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിന് എതിരാണ്. നിസ്കാരത്തിന്റെ വിഷയം അതുപോലെ തന്നെ. നിസ്കാരത്തിന്റെ വിഷയത്തിലും ആളുകളൊക്കെ പിച്ചിൽ കഴിഞ്ഞ് നിസ്കരിക്കാം എന്നും പറയുന്നത് പോലും യഥാർത്ഥത്തിൽ തെറ്റാണ്. ഇച്ചിരി കഴിഞ്ഞ് നിസ്കരിക്കാമോ, അത് ആ സമയത്ത് നിസ്കരിക്കണമെന്നുള്ളതാണ്.
ഒരാൾ ദൂരം നിസ്കരിക്കാതെ കിടന്നുറങ്ങുകയാണ്, ദൂരന്റെ ബാങ്ക് കിട്ടിയതിനു ശേഷം അയാൾക്ക് കറാഹത്താണ്. അതുകൊണ്ടാണ് ഞാനത് തെറ്റെന്ന് പറയാൻ കാരണം. അതേസമയം അയാൾ ദൂഹർ നമസ്കരിച്ചിട്ടാണെങ്കിൽ യാതൊരു കുഴപ്പമുള്ള കാര്യവുമല്ല. അപ്പൊ ഏതായാലും ക്ഷമിക്കുക, വിവാദത്തിന്റെ പേരുള്ള ക്ഷമ. ഹജ്ജിന് പോവുക എന്നൊക്കെ പറയുന്നത് വലിയ ക്ഷമ വേണ്ടി വരുന്ന ഒരു വിഷയമാണ്. ഒരുപാട് പ്രയാസങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നാലും ഹജ്ജിന് വേണ്ടി ഇപ്പൊ സാമ്പത്തികമായി എത്ര ലക്ഷങ്ങൾ കൊടുത്താലും ശരി, സാമ്പത്തികമായി ഇനി എത്ര ലക്ഷം ചെലവഴിച്ചാലും ശരി, ഇനി എത്ര ലക്ഷം ചെലവഴിച്ചിട്ട് ക്ലോക്ക് ടവറിന്റെ ബിൽഡിങ്ങിന്റെ ഏറ്റവും നല്ല ഭാഗത്തവന് ഏറ്റവും നല്ല നിലയിൽ അവന് കിട്ടിയാലും ശരി, ഒരു കാരണവശാലും ഹജ്ജ് ത്യാഗമല്ലാതെ ആയി മാറുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഒരിക്കലും അറഫയിൽ ചെന്നതിന് ശേഷം ഇപ്പൊ മെട്രോ ട്രെയിനുകളുണ്ട്. ചില ആളുകൾ പറയുന്ന മെട്രോ ട്രെയിൻ ഉണ്ടല്ലോ, നമുക്ക് സുഖമാണ്. നമ്മുടെ മുത്തമ്മയുടെ 40-ാം നമ്പർ മുത്തമ്മയാണെങ്കിൽ 40-ാം നമ്പർ മുത്തമ്മയുടെ കീഴിലുള്ള ടെന്റിൽ വരാതെ നമുക്കൊരിക്കലും ആഹാരം കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചിലപ്പം ഫ്രീ ആയിട്ട് കിട്ടും, ചിലപ്പോ അതൊക്കെ പാടാണ്, ചിലപ്പോൾ കിട്ടണമെന്നില്ല. അങ്ങനെ നമ്മൾ ഈ 40-ാം നമ്പർ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ, ആ 40-ാം നമ്പർ മുത്തമ്മയുടെ കീഴിൽ ഒന്നല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ പറ്റില്ല. ആ 40-ാം നമ്പർ മുത്തമ്മയുടെ കീഴിൽ അറഫയിൽ വരുന്നതിന് ചിലപ്പോ മെട്രോ ട്രെയിൻ ഇറങ്ങിയിട്ട് 1-2 കിലോമീറ്റർ ചിലപ്പോൾ നടക്കേണ്ടി വരും. ഇനി എന്തെല്ലാം സംവിധാനം ചെയ്താൽ ഒരിക്കലും അവനിപ്പോ ചിലപ്പോ വലിയ ആളായിരിക്കാം, ഭയങ്കര വലിയ 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 മന്ത്രിസ്ഥാനമുള്ള ആളായിരിക്കാം, അവന് നടന്നേ പറ്റൂ, നടക്കാതിരിക്കാൻ യാതൊരു വകുപ്പുമില്ല. അതാണ് അതിന്റെ സിസ്റ്റം എന്ന് പറയാം. കാരണം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന റോഡുകൾക്കിടയിൽ കൂടി ഒരിക്കലും വണ്ടി പോകാൻ ഒരു വണ്ടിക്കും പറ്റില്ല. അത് അറഫയിലേക്ക് ചിലപ്പോൾ കഷ്ടിച്ചെത്തിയിരിക്കാം, പിന്നീട് അതിനുശേഷം മുസ്ദലിഫയിലേക്ക് പോകാൻ ഒരു വണ്ടിക്കും ഭയങ്കരമായ പ്രയാസപ്പെട്ട് ചിലപ്പോൾ മുസ്ദലിഫയിൽ വന്നാലും മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരാൻ ഒരു കാരണവശാലും വണ്ടി പറ്റുകയില്ല. ജംറയിലേക്ക് കല്ലെറിയാൻ ചിലപ്പോൾ അവന്റെ ടെന്റിൽ നിന്ന് ചിലപ്പോൾ 1 കിലോമീറ്റർ, ചിലപ്പോൾ 2 കിലോമീറ്റർ ചിലപ്പോൾ നടക്കേണ്ടി വരും. ടെന്റുകൾ പല ഭാഗങ്ങളിലാണ്. ഇതിന് നടന്നേ പറ്റൂ, അല്ലാതെ ഒരിക്കലും പറ്റില്ല. മാത്രമല്ല ഈ 3-4 ദിവസം കുളിക്കാൻ കഴിയാതെ, സോപ്പ് ഉപയോഗിക്കാൻ കഴിയാതെ, നല്ല നിലയിൽ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ ആകെ 2 വസ്ത്രത്തിലായിട്ട് അവൻ കഴിയേണ്ടി വരുന്ന ത്യാഗം, അതിന് ആർക്കാണെങ്കിൽ ശരി, ഞാൻ എത്ര വലിയ മുതലാളിയാണെന്ന് പറഞ്ഞാലും ശരി, ഇതൊക്കെ ത്യാഗങ്ങൾ സഹിക്കാതെ പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ത്യാഗങ്ങളാണ്. ത്യാഗമേ ത്യാഗമേ ത്യാഗവാൻ ജീവിതം, ത്യാഗമില്ലെങ്കിൽ എന്ത് പിന്നെ ജീവിതം. മാതാപിതാ ഗുരുനാഥന്മാരൊക്കെയും സഹിച്ചതത്രയും നിരവധി ത്യാഗങ്ങൾ. ആ വഴിക്കാൽ പാടുകൾ നാമും തുടരുമ്പോൾ എത്തുമേ സുനിശ്ചിതം സുന്ദരം സ്വർഗമിൽ എന്ന് പറയുന്നത് പോലെ മനുഷ്യന്മാർ മുഴുവൻ നഷ്ടത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ. ചരിത്രത്തെ തന്നെയാണ് സാക്ഷ്യം, കാലത്തെ തന്നെയാണ് സാക്ഷ്യം. വിശുദ്ധ ഖുർആൻ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന് ആർക്കാണ് ഈ ക്ഷമിക്കാൻ പറ്റിയ? ആർക്കും ക്ഷമയില്ല. പരമാവധി എങ്ങനെ ക്ഷമയില്ല? ഇപ്പോ മാർക്കം ചെയ്യപ്പെടണ ഒരു കുട്ടിക്ക്, ആ കുട്ടിക്ക് മാർക്കം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയും അല്പം ക്ഷമിക്കണം, അവരുടെ മാതാപിതാക്കളും ക്ഷമിച്ചേ പറ്റൂ. ഇനി എന്തെല്ലാം വേദനാരഹിത മാർക്കം ചെയ്യലുണ്ടെന്ന് പറഞ്ഞാലും ശരി, ആ വേദനാരഹിത മാർക്കം ചെയ്യുന്നതിനും ആദ്യം ഇഞ്ചക്ഷൻ ചെയ്യണം. ഇനി അതിനുശേഷം വേദനാരഹിതം എന്ന് പറയുന്ന മണിക്കൂറുകൾ കഴിഞ്ഞ് പിന്നെ വേദന അനുഭവിച്ചേ പറ്റൂ. അള്ളാഹു കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളാണ്, അതിൽ സഹിച്ചേ പറ്റൂ. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൻ മുഅ്മിനാവുകയില്ല. അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങളാണ്. അതിന് ആരാണെങ്കിലും ശരി, എത്ര വലിയ കുബേരനാണെങ്കിലും ശരി, എത്ര വലിയ മന്ത്രിപ്പൂങ്കവനാണെങ്കിലും ശരി, അവൻ ഇങ്ങനെ സഹിച്ചേ പറ്റൂ. എന്തിനാണ് മാർക്കം ചെയ്യപ്പെടുന്നത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ സംശയം വരാം, എന്തിനാണ് പൂർണ്ണമായിട്ടുള്ള ഒരു രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ആ രീതിശാസ്ത്രങ്ങൾ ചിലപ്പോൾ നമുക്ക് എല്ലാം പിടികിട്ടണമെന്നില്ല. നമ്മുടെ മീശ വളരുന്നുണ്ട്, പക്ഷേ കണ്ണിന്റെ രോമങ്ങൾ വളരുന്നില്ല. നമ്മുടെ താടി രോമങ്ങൾ വളരുന്നുണ്ട്, പക്ഷേ കണ്ണിന്റെ ഇമകളുടെ രോമങ്ങൾ, പുരികങ്ങൾ വളരുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ കയ്യിലും ഒക്കെയുള്ള രോമങ്ങൾ സാധാരണ നിലയിൽ വളരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരേ തൊലിയിൽ നിന്നുള്ള സൃഷ്ടിപ്പുകളുടെ പല വ്യത്യാസങ്ങളാണ്. ഇത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരീക്ഷണം ഒന്നാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കം ചെയ്യപ്പെടേണ്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അണുബാധയുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ചെറുപ്പ കാലഘട്ടത്തിൽ അണുബാധയുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ പിന്നീട് വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ കവറിങ് ആവശ്യമില്ല എന്നുള്ളതാണ്.
അങ്ങനെ അല്ലാഹു തആല നൽകുന്ന ചില പരീക്ഷണങ്ങൾ, നഖം വളരുന്നുണ്ടത് വെട്ടിയേ പറ്റൂ, മുടി വളരുന്നുണ്ടത് വെട്ടിയേ പറ്റൂ, അത് എന്തെല്ലാം ഓരോന്നിനും ചെറുതും വലുതുമായ പ്രയാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് മുഅ്മിനീങ്ങളെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞത്, ആളുകളെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞത്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി പറയുന്ന വാക്കാണ് ഈ നബലുവന്ന എന്നൊക്കെ പറയും. നിസ്സാരമായി നബലൂക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ നാം പരീക്ഷിക്കുമെന്ന് പറയാൻ എങ്ങനെ പറഞ്ഞാൽ മതി? നബലൂക്കും എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല അല്ലാഹു പറയുന്നത്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. നിങ്ങളെ ഭയം കൊണ്ട്, നിങ്ങളെ വിശപ്പ് കൊണ്ട്, ഷൈഇൻ എന്നാണ് പറഞ്ഞത്, അല്പം പരീക്ഷണം, അല്പം പരീക്ഷണം. അതാണ് അതിന്റെ ആ പ്രയോഗത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. ചിലപ്പോൾ ആൾനാശം ഉണ്ടാകാം, ചിലപ്പോൾ ശരീരം മുഴുവനും ആളുകൾ മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകാം, മക്കൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം, മാതാപിതാക്കൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം, ഭാര്യമാര് മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം, ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണെന്നിട്ട് പറഞ്ഞു, അല്പം എന്ന് പറയുന്നതിനകത്ത് പോലും ഒരു അല്പം എന്ന് പറയുന്നതിനകത്ത് പോലും വലിയ കാരണം ചിലപ്പോൾ അതിഭയങ്കരമായ പ്രയാസപ്പെടുന്നതായിരിക്കാം ഒരു മനുഷ്യൻ. അതിഭയങ്കരമായി എന്തെല്ലാം വേദനകളാണെന്നറിയാം. ഓരോ സ്ഥലങ്ങളിൽ നമ്മളൊക്കെ കാണുന്നതാണ് ഓരോ കാഴ്ചകൾ. തൂങ്ങിക്കിടന്ന കുട്ടി, ആ ബോംബേർ വന്ന കെട്ടിടത്തിൽ നിന്ന് തൂങ്ങിക്കിടന്ന ആ കുട്ടി അവസാനം നിലവിളിക്കുകയാണ്. അപ്പം വാപ്പ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്ന വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നു. ആ മോൻ ഇനി ഒന്നുമില്ല, അവൻ വീതിരിക്കും, ഉറപ്പാണ്. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് അല്ലാഹുവിന്റെ ആയത്തുകളിലൂടെ ഓതപ്പെടുമ്പോൾ കിട്ടുന്ന സമാശ്വാസം എത്ര വലുതാണ്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. അല്പം നിങ്ങൾക്ക് ഭയം തരും, അല്പം നിങ്ങൾക്ക് പട്ടിണി തരും, അല്പം നിങ്ങൾക്ക് ആൾനാശം തരും, അല്പം നിങ്ങൾക്ക് കൃഷിനാശം തരും. അല്പം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, കോടിക്കണക്കിന് കൊല്ലമാകുന്ന ആഖിറത്ത് തട്ടിച്ചു നോക്കുമ്പോ ദുനിയാവിന്റെ ഈ പരീക്ഷണങ്ങളൊന്നും തന്നെയല്ലല്ലോ റബ്ബേ. ഈ ആയത്ത് കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ് ഉണ്ടാകുന്നത്. വലനബലുവന്നകും ബിശൈഇൻ, അത് അല്പം എന്ന് പറയാൻ കാരണം അതാണ്. നമ്മൾ ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളമല്ല, എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചാലും ശരി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബ് റളിയല്ലാഹു തആല വരുന്നുണ്ട് തങ്ങളുടെ അടുക്കലേക്ക്. തങ്ങളെ കഅബയുടെ ഒരു ഭാഗത്തുള്ള തണലിൽ തങ്ങൾ വിശ്രമിക്കുകയാണ്. ആ സമയത്താണ് ഖബ്ബാബ് റളിയല്ലാഹു തആല വരുന്നത്. മുതുകത്ത് ഇറച്ചി കരിഞ്ഞ മണമുണ്ട്, മനുഷ്യമാംസം കരിഞ്ഞ മണവുമായിട്ടാണ് വരുന്നത്. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ശത്രുക്കളാൽ അലാ തദ്റൂലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ നബിയെ എന്ന് പറഞ്ഞു. ആ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏ ഖബ്ബാബേ, എന്തെല്ലാം ഇനി ഈ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിനോടൊപ്പം സുന്ദരമായി എളുപ്പമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാവും ഖബ്ബാബേ. അവിടെ നിന്ന് പറഞ്ഞു, പഴയ കാലഘട്ടങ്ങളിൽ ഈർച്ചവാൾ കൊണ്ട് മനുഷ്യരെ തല മുതൽ ശരീരം മുഴുവനും അറുത്തു മാറ്റപ്പെട്ടിരുന്നു. ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് പച്ച ജീവനോടെ മനുഷ്യരെ കൈകാലുകൾ മാംസങ്ങൾ ചീർപ്പി മാറ്റിയിരുന്നു. പച്ച ജീവനോടെ മനുഷ്യനെ അതിക്രൂരമായ കുഴികളിൽ കുഴിച്ചു നിർത്തിയിട്ട് തല മുതൽ വെട്ടിമാറ്റിയിരുന്നു, തല മുതൽ അറുത്തു മാറ്റിയിരുന്നു. അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു ഖബ്ബാബേ. ഇനി ഒരു നല്ലൊരു ലോകം ഇനി വരാനിരിക്കുന്നു ഖബ്ബാബേ എന്ന് പറഞ്ഞുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുന്ന രംഗമുണ്ട്, ഹദീസുകളിൽ കാണാവുന്നതാണ്. എത്ര ഭീകരമായ രംഗങ്ങളാണെങ്കിലും ശരി, ആ മനുഷ്യന്റെ മുമ്പിൽ ഈ ആയത്ത് ഓതുമ്പോൾ സമാധാനമാണ്. ഏതായത്ത് വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. അല്പം നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ട് പരീക്ഷിക്കും, തീർച്ചയായും നാം പരീക്ഷിക്കും.
ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ്, ക്ഷമിക്കുന്നവർക്ക് അങ്ങ് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കൂ നബിയെ. ഹബീബായ തങ്ങളുടെ സുവിശേഷം കിട്ടിയ മനുഷ്യരാണല്ലോ ഈ ക്ഷമിക്കുന്ന ആളുകൾ. അവർക്ക് എന്തെങ്കിലും മുസീബത്ത് വന്നു കഴിഞ്ഞാൽ ഖാലൂ ഇന്നാ ലില്ലാഹ്, അവര് പറയും ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണല്ലോ. ഇന്നാ ലില്ലാഹ്, അവര് പറയും ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണല്ലോ. വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവരിലേക്ക് മടങ്ങാനുള്ളവരാണല്ലോ. പാവപ്പെട്ട പിഞ്ചു കുഞ്ഞിനെ അതിഭീകരമായ കുഴിയിലേക്ക്, തീ കാണുന്ന തീ കത്തിക്കുന്ന കുഴിയിലേക്ക് എടുത്തിടപ്പെടാൻ പോകുന്ന ഉഖ്ദൂദിന്റെ സംഭവം, അവസാനം മോണകാട്ടി പുഞ്ചിരിക്കുന്ന ആ കുഞ്ഞ് പറയുകയാണ്, തള്ളയോട് പറഞ്ഞുവെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിക്കണം, ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രം ഈ രീതിയിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന ഉമ്മയുടെ കഥ, ആ കുഞ്ഞിന്റെ കഥയിൽ പറയാണ് അസ്ഹാബുൽ ഉഖ്ദൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുമിനൂ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇല്ലാ അൻ യുമിനൂ, അവർ വിശ്വസിച്ചു എന്ന തെറ്റല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇല്ലാ അല്ലാ യുമിനൂ ബില്ലാഹിൽ അസീസുൽ ഹമീദ്, ഏകനായ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന തെറ്റല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവസാനം ആ കുഞ്ഞു പറഞ്ഞു, ഉമ്മ ഞാൻ സ്വർഗത്തിലേക്ക്, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാമുമ്മ. അവസാനം ആ കുഞ്ഞിനെ തീക്കുണ്ടത്തിലേക്ക് എറിയേണ്ട സംഭവം ഉണ്ടായി. എന്തുണ്ടെങ്കിലും ഈ ആയത്തവർക്ക് സമാശ്വാസമാണ്, ഈ ആയത്തവർക്ക് സമാധാനമാണ്. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം റഹ്മ, അവർക്കാണ് തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹാശിസ്സുകളും കാരുണ്യവും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം റഹ്മത്തുൻ വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗം സിദ്ധിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് ത്യാഗമാണ്. ചിലപ്പോൾ കാല് പൊട്ടും. ചില ഉസ്താദുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നടന്ന് കാല് പൊട്ടിയിട്ട്, തുടയിൽ നിന്ന് കാല് പൊട്ടിയിട്ട് മുണ്ട് മുഴുവനും രക്തമാകുന്ന അവസ്ഥ, ഒരു ഏതെങ്കിലും ഒരു ചെറിയ ഓയിൻമെന്റ് പോലും കിട്ടാത്ത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടി ആകെ വിഷമിക്കുന്ന അതിഭയങ്കരമായ, പണ്ടൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അറഫയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മിനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡോറുകൾ മിക്ക ബാത്റൂമുകൾക്കും ഉണ്ടാകില്ല. അതൊക്കെ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില്ല. എങ്കിലും ബാത്റൂമിൽ ക്യൂ നിൽക്കണം. ചിലപ്പോ 2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഒന്ന് എടുക്കാൻ വേണ്ടി, ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി, ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രയാസപ്പെട്ടു. ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. മിനയിൽ 1,00,000 ടെന്റുകൾ ഉണ്ടാക്കിയിട്ടും അതിന് പറ്റില്ല. എത്രമാത്രം കർശനമായ നിയന്ത്രണങ്ങളോട് വിസ എത്രമാത്രം അവരൊതുക്കാൻ ശ്രമിച്ചാലും 30 ലക്ഷം എന്ന് പറയുന്ന ആളുകളെക്കാളും ആളുകൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ആ പുണ്യ സമയങ്ങളിൽ പരിശുദ്ധമായ ഹറമുകളിലേക്ക്. അവർക്ക് ഒതുക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള ആ പരിമിതമായ സാഹചര്യങ്ങളിൽ, സൗകര്യങ്ങളിൽ ആ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ ഹജ്ജിന് വേണ്ടി വന്നതാണ്. അല്ലാഹു, ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് എന്നാണ്, കരുതൽ എന്നാണ്. അല്ലാഹ് നിന്നെ ലക്ഷ്യമാക്കി ഞങ്ങൾ വരുന്നു എന്നാണ്. ആ ത്യാഗം ചെയ്തതിന്റെ പേരിലാണ്, അവർക്ക് അത്രമാത്രം ബുദ്ധിമുട്ടിയതിന്റെ പേരിലാണ് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതിനെ പോലെ പാവമുക്തമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അല്ലാഹു തആല മനസ്സിലാക്കാനും പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞ അനുഗ്രഹാശിസ്സുകൾ ലഭ്യമാകുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.